ഹിന്ദുക്കൾക്ക് 7 സ്വർഗമുണ്ട്, 28 നരകമുണ്ട്. എന്നാൽ ദൈവീഭാഗവതം എടുക്കുമ്പോൾ 76 നരകമുണ്ട്. അത് ഓരോന്നും പഠിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനായിട്ട് ഒരുപാട് മട്ടണും ചിക്കനും ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടണും ചിക്കനും തന്നെ ഞാൻ പോയി വീഴാൻ പോകുന്ന കോര കുംഭിഭാഗം നരകത്തിലാണ്. ഹിന്ദുക്കൾ ഈ സസ്യബുക്കളായ ഹിന്ദുക്കളൊന്നും അങ്ങോട്ട് പോകില്ല. അവർ ഈ പട്ടിയും ഈ പക്ഷിയും മട്ടണും ചിക്കനും ഒന്നും കഴിച്ചില്ലാത്ത കോര കുംഭിഭാഗത്തിൽ ബ്രാഹ്മണർ പോകില്ല. എന്നാൽ മുസ്ലിങ്ങൾക്കെത്തുമ്പോഴേക്കും അവർക്ക് ഒരു സ്വർഗ്ഗമേ ഉള്ളൂ, പക്ഷേ 7 നരകമുണ്ട്. അതിലേറ്റവും മുകളിലത്തെ നരകത്തിൽ മുസ്ലിങ്ങളുടെ പുരോഹിതന്മാർ മാത്രം പോയി വീഴുന്ന സ്ഥലമാണ്. ആത്മാവിന് ഒന്നുകിൽ പരമാത്മാവിൽ ലയിക്കാം, അത് മോക്ഷം. എന്നാൽ ചിലർക്ക് പരമാത്മാവിൽ ലയിക്കാൻ പറ്റിയല്ല. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ജീവൻ എന്താണെന്ന് ലോകത്തിൽ ഏതെങ്കിലും മതത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? സനാതനമതത്തിന് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. യു വിൽ അൾട്ടിമേറ്റ്ലി റീച്ച് ഗോഡ്. ഇതാണ് ഹിന്ദു ആത്മീയയുടെ പ്രത്യേകത. നമ്മുടെ ലൗകികതയിൽ നിന്ന് നമ്മൾ ഒന്നാമത്തെ മരിച്ചാലേ രണ്ടാമത്തെ 1-ാം സ്ഥാനത്ത് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ശങ്കരാചാര്യർ പോയി 64 പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി 1-ാം സ്ഥാനത്തെത്തി സർവജ്ഞയുടെ കയറി. ഈ പാരാസെർബലത്തിലാണ് മനുഷ്യൻ്റെ രാജയോഗം ഇരിക്കുന്നത്. രാജയോഗം. ഈ രാജയോഗത്തിലാണ് അവൻ കൃത്യമായി പ്രപഞ്ചത്തെ മനസ്സിലാക്കി, ആത്മീയത എന്താണെന്ന് മനസ്സിലാക്കി അവൻ ആത്മീയതയിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു. ആ രാജയോഗം കൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതെന്താണ്? ജ്ഞാനയോഗമാണ്. ജ്ഞാനയോഗം അതിരിക്കുന്ന എവിടെയാണ്? സെറിബ്രത്തിൻ്റെ ഫ്രണ്ടൽ ലോബിലാണ്. അപ്പോൾ ആദ്യം മെഡിലോ ഒബ്ലോങ്കേറ്റ് നമ്മുടെ ബാലൻസ് നിയന്ത്രിക്കും. 1.5 വയസ്സാകുമ്പോഴത്തേന് 2 കാലം നടക്കാനോ പൊങ്ങി നടക്കാനുള്ള വരും. അതൊരു ഇഴയും. അത് കഴിഞ്ഞ് 2 കാലം എഴുന്നേറ്റ് നിൽക്കും. അത് മെഡിലോ ഒബ്ലോങ്കേറ്റ് സ്റ്റെബിലൈസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് 2 കാലം നടക്കുന്നത്. അത് കഴിഞ്ഞ് 3 വയസ്സ് 9 വയസ്സുള്ള കാലഘട്ടത്തിലാണ് സെർബലം പാരട്ടോ സെർബലം വളർന്നിട്ട് നമുക്ക് ഈശ്വരവിശ്വാസം എന്ന് പറയുന്ന സ്പിരിച്വാലിറ്റിയെ പറ്റിയുള്ള അറിവുണ്ടാകുന്നത്. അത് കഴിഞ്ഞ് ജ്ഞാനയോഗത്തിലോട്ട് കയറും. ജ്ഞാനയോഗം കയറുമ്പോൾ സെർബറത്തിലോട്ട് കയറുകയാണ്. ആ സെർബ്രത്തിൽ 1350 ഗ്രാമുള്ള തലച്ചോറിന് 900 ഗ്രാംസ് സെർബ്രാണ്. ആ സെർബലത്തിൽ ഫ്രണ്ടൽ ലോബിൽ മനുഷ്യൻ അറിവ് ശേഖരിക്കാൻ പഠിക്കും. ആ അറിവിനെ അവൻ അനാലിസ് ചെയ്യാൻ പഠിക്കും. അതിനെ കമ്പൈൽ ചെയ്യാൻ ശ്രമിക്കാൻ പഠിക്കും. അവിടെയാണ് അവൻ ജ്ഞാനയോഗം ചെയ്യുന്നത്. ജ്ഞാനയോഗം കൊണ്ട് കഴിഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമ്മളോട് പറയുന്നു ഭക്തിയോഗം. ഭക്തിയോഗം വരുമ്പോഴേക്കും ആത്മീയതയുടെ വലിയ ലെവലിലേക്ക് എത്തുകയാണ്. അവിടെ ആത്മീയതയുടെ ലെവലിലെത്തുമ്പം നമ്മൾ ലൗകികതയിൽ നിന്ന് അപ്പുറത്തായി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രീകൃതമായ ശക്തിയിലേക്ക് മാറുകയാണ്. അവിടെയാണ് സനാതനധർമ്മം മറ്റു മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ ഒരു ആത്മീയതയിലേക്ക് കൊണ്ടുപോയത്. മറ്റു മതങ്ങൾക്ക് ഭൂമിയിലിരിക്കുന്ന മനുഷ്യർ ജീവിക്കുന്ന ഒരു തലം. ഇത് കഴിഞ്ഞ് നമ്മൾ മരിച്ചിട്ട് സ്വർഗമോ പാതാളോ പറയുന്ന സ്ഥലത്തോട്ട് അങ്ങ് പോവും. എവിടെയാണ് സ്വർഗം, എവിടെയാണ് പാതാളം? അപ്പോൾ ഹിന്ദുക്കൾക്ക് 7 സ്വർഗമുണ്ട്, 28 നരകമുണ്ട്. എന്നാൽ ദൈവീഭാഗവതം എടുക്കുമ്പോൾ 76 നരകമുണ്ട്. അത് ഓരോന്നും പഠിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ 7 സ്വർഗത്തിൻ്റെ വ്യത്യാസം എന്താണ്? ഓരോ സ്വർഗത്തിനും വ്യത്യാസമുണ്ട്. നരകങ്ങൾ വളരെ കൃത്യമായിട്ടാണ് 28 നരകങ്ങൾ. അപ്പോൾ ഓരോ നരകത്തിൽ ഏത് പാപം ചെയ്യുന്നവർ പോകും. അപ്പോൾ ഞാൻ ആ 28 നരകങ്ങളെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി 28-ാം നരകത്തിലാണ് ഞാൻ പോകുന്നത്. 28-ാം നരകം കോര കുംഭിഭാഗ നരകമാണ്. ബ്രാഹ്മണരെ കൊല്ലുന്നവരും പക്ഷികളെ മൃഗങ്ങളെയും കൊന്ന് ഭക്ഷിക്കുന്നവരും പോയി വീഴുന്നതാണ് ഈ കോര കുംഭിഭാഗ നരകം. അപ്പോൾ ഞാൻ ക്രിസ്ത്യാനായിട്ട് ഒരുപാട് മട്ടണും ചിക്കനും ഒക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മട്ടണും ചിക്കനും തന്നെ ഞാൻ പോയി വീഴാൻ പോകുന്ന കോര കുംഭിഭാഗ നരകത്തിലാണ്. ഹിന്ദുക്കൾ ഈ സസ്യബുക്കളായ ഹിന്ദുക്കളൊന്നും അങ്ങോട്ട് പോകില്ല. അവർ ഈ പട്ടിയും ഈ പക്ഷിയും മട്ടണും ചിക്കനും ഒന്നും കഴിച്ചില്ലാത്ത കോര കുംഭിഭാഗത്തിൽ ബ്രാഹ്മണർ പോകില്ല. അപ്പോൾ ഈ 28 നരകങ്ങൾ വളരെ സരസമാണ്. എന്നാൽ ദൈവീഭാഗവതം വരുമ്പോൾ നരകങ്ങളുടെ എണ്ണം 76 മാറി. ഞാൻ തന്നെ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് ഈ ഓരോ നരകവും എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചർ വെച്ചിട്ട് ചാർട്ട് ഉണ്ടാക്കി. ഞാൻ 3-4 ദിവസം എടുത്ത് 76 നരകം പഠിക്കാനായിട്ട്. അത് വളരെ വിശദമായി പറയുകയാണ്. എന്നാൽ മുസ്ലിങ്ങൾക്കെത്തുമ്പോഴേക്കും അവർക്ക് ഒരു സ്വർഗ്ഗമേ ഉള്ളൂ, പക്ഷേ 7 നരകമുണ്ട്. അതിലേറ്റവും മുകളിലത്തെ നരകത്തിൽ മുസ്ലിങ്ങളുടെ പുരോഹിതന്മാർ മാത്രം പോയി വീഴുന്ന സ്ഥലമാണ്. രണ്ടാമത്തേത് സാധാരണ യഹൂദന്മാരും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പോയി വീഴുന്ന സ്ഥലമാണ് 2-ാമത് നരകം. അങ്ങനെ 7 നരകം സ്പെസിഫൈ ചെയ്ത് തന്നിരിക്കുകയാണ്. ക്രിസ്ത്യാനികൾക്കാകട്ടെ ഒരു സ്വർഗം, ഒരു നരകം, ഒരു ശുദ്ധീകരണ സ്ഥലം, പിന്നെ ഒരു ലിംബം ഉണ്ടെന്ന് മാപ്പ പറഞ്ഞു. പക്ഷേ ജോൺ ബോൾ ഉണ്ടാകുന്ന മാപ്പ ലിംബം വെട്ടിക്കളഞ്ഞു. ഞങ്ങൾക്ക് 3 ഉള്ളൂ. അപ്പോൾ ഈ നരകവും സ്വർഗവും ഒക്കെ വെച്ച് വ്യാഖ്യാനിച്ചിരുന്നു. പക്ഷേ സനാതനധർമ്മം വളരെ കൃത്യമായി പറഞ്ഞു ഈശ്വരനും മനുഷ്യനും ഒന്നാണ്, അദ്വൈതം ഒന്നാണ്. സർവശക്തനായ ഈശ്വരനിൽ നിന്ന്, ജഗദീശ്വരനിൽ നിന്ന് ഒരു ഭാഗം വേറുപെട്ട്
ഗർഭത്തിൽ വന്ന് നമ്മുടെ ശരീരത്തിൽ കയറി നമ്മളൊരു ആത്മാവായിട്ടിരിക്കുകയാണ്. പക്ഷേ ആത്മാവ് ഈ ലോകം വിടുമ്പോൾ ആത്മാവിന് ഒന്നുകിൽ പരമാത്മാവിൽ ലയിക്കാം, അത് മോക്ഷം. എന്നാൽ ചിലർക്ക് പരമാത്മാവിൽ ലയിക്കാൻ പറ്റിയല്ല. അവരെന്ത് ചെയ്യും? പുനർജന്മം എടുക്കണം. പുനർജന്മം എടുത്ത് കറങ്ങി തിരിഞ്ഞിട്ട് വേറൊരു മനുഷ്യജന്മം എടുത്തിട്ട് രക്ഷപ്പെട്ട് അങ്ങോട്ട് പോകണം. ഇങ്ങനെ വ്യാഖ്യാനിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? ഈശ്വരനും മനുഷ്യനും ഒന്നായതുകൊണ്ട് നമ്മൾ ഈശ്വരൻ്റെ ഭാഗമായി സെപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം മാത്രമാണ്. അപ്പോൾ നമ്മളെന്താണ്? നമ്മൾ ഇൻഡിവിജ്വൽ എനർജിയാണ്. ഈശ്വരനോ യൂണിവേഴ്സൽ എനർജിയാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലിരിക്കുന്ന ജീവൻ അല്ലെങ്കിൽ ആത്മാവ് യൂണിവേഴ്സൽ എനർജിയുടെ ഒരു ഭാഗമാണ്. അത് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി സൂര്യനും നക്ഷത്രങ്ങളും എല്ലാം ഉള്ള ഒരു യൂണിവേഴ്സൽ എനർജിയിലൂടെ ലയിക്കും. ഇതിനേക്കാൾ ഭംഗിയായിട്ട് ജീവൻ എന്താണെന്ന് ലോകത്തിൽ ഏതെങ്കിലും മതത്തിന് വ്യാഖ്യാനിക്കാൻ പറ്റുമോ? സനാതന മതത്തിന് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വലിയ വ്യാഖ്യാനം വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നു. ഇൻഡിവിജ്വൽ എനർജി യൂണിവേഴ്സൽ എനർജി പോയി ലയിക്കുകയാണ്. എന്നാൽ അങ്ങനെ ലയിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പം ഇവിടെയാണ് ഹിന്ദുമതത്തിൻ്റെ ആത്മീയതയും മറ്റ് മതങ്ങളുടെ ആത്മീയതയും തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങളുടെയൊക്കെ ആത്മീയത എന്ന് പറയുന്നത് 70-75 കൊല്ലം ഭൂമി ജീവിച്ചിരുന്നു. അവിടെ നന്മകൾ തിന്മകളൊക്കെ കൂടുതലാണെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സ് സ്വർഗത്തിൽ പോയി ജീവിക്കാം, എറ്റേണിറ്റി. പക്ഷേ 70 കൊല്ലം അഥവാ തിന്മ നന്മയൊക്കെ കൂടുതലായിപ്പോയി ഞങ്ങളെ കൊണ്ട് നരകത്തിലിട്ട് കളയും, പെർമനൻറ്റ് മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഇതൊരു വല്ലാത്ത പരിപാടിയാണ്. കൊലക്കേസ് പ്രതിയായാലും 14 കൊല്ലം ജയിലിൽ കിടന്നാൽ പോരെ. ഇത് 70 കൊല്ലം തെറ്റുകൂടിപ്പോയെങ്കിൽ മില്യൺസ് ഓഫ് ഇയേഴ്സും നരകത്തിലിടുന്ന ഭയങ്കര കഷ്ടമല്ലേ? പക്ഷേ ഹിന്ദുമതം പറഞ്ഞു പെർമനൻറ്റ് സ്വർഗവും പെർമനൻറ്റ് നരകവും ഇല്ല. മനുഷ്യൻ ഈ ജന്മത്തിൽ പുണ്യം സർപ്ലസ് ആയാൽ യു ഗോ ബാക്ക് ടു യുവർ യൂണിവേഴ്സൽ എനർജി. നിങ്ങൾ പ്രപഞ്ചശക്തിയായ ഈശ്വരനിലേക്ക് ലയിക്കും. അതല്ലയോ നിങ്ങൾക്കൊരു അടുത്തൊരു ചാൻസ് തരും. ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്, ഫോർത്ത് ചാൻസ്, പല ചാൻസ് രക്ഷപ്പെടുത്തുകയാണ്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒരു ഡിഗ്രി കയറുന്ന ഡിഗ്രി പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് ചാൻസ്, സെക്കൻഡ് ചാൻസ്, തേർഡ് ചാൻസ്. പിന്നെ വൈസ് ചാൻസലർക്ക് കണ്ട് ഒരു ഗ്രേസ് ചാൻസ് തരാൻ അവസരമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ രക്ഷയില്ല, ഡിഗ്രി എടുക്കാൻ പറ്റിയല്ല. മഹാരാഷ്ട്രയിൽ അങ്ങനെ അൺഫിറ്റ് ഫോർ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് അടിച്ചാൽ പിന്നെ കോളേജ് പഠിക്കാൻ പറ്റിയല്ല. ഹിന്ദുക്കൾക്ക് അങ്ങനെയല്ല. ഹിന്ദുക്ക് ഒരു അബദ്ധം പറ്റിപ്പോയി, അവന് പുനർജന്മം കൊടുക്കുകയാണ്. അവിടെയും പറ്റിയില്ലയോ, അടുത്ത ജന്മം കൊടുക്കുകയാണ്. അങ്ങനെ പല ചാൻസ് കൊടുത്തിട്ട് അൾട്ടിമേറ്റ്ലി ഹിന്ദു മതത്തിൽ പെർമനൻ്റ് നരകമില്ല. യു വിൽ അൾട്ടിമേറ്റ്ലി റീച്ച് ഗോഡ്. ഇതാണ് ഹിന്ദു ആത്മീയയുടെ പ്രത്യേകത. നമ്മുടെ ലൗകികതയിൽ നിന്ന് നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് പല ജന്മങ്ങൾക്ക് ശേഷം ഈശ്വരനിലേക്കാണ്. ആ പുനർജന്മത്തിൻ്റെ തിയറി വളരെ രസമായിട്ട് ഞാൻ ഭാഗവതത്തിൽ 46 പുനർജന്മ കഥയാണ് വേദവ്യാസൻ വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രീമദ് ഭാഗവതത്തിലെ 46 പുനർജന്മത്തെ കഥ എടുത്തിട്ടുണ്ടോ? നല്ല രസമാണ്. ഉദാഹരണത്തിന്, ഭർത്താവ് ഭാര്യയെ തല്ലിയാൽ ആ പുരുഷൻ അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിക്കും. നല്ലപോലെ അടിക്കുന്ന ഒരു ഭർത്താവിൻ്റെ ഭാര്യയാവും. ഈ ജന്മത്തിൽ ഭാര്യയെ കൊടുത്ത അടിയെല്ലാം പലിശ സഹിതം അടുത്ത ജന്മത്തിൽ വാങ്ങിച്ചിട്ടേ അവന് മോക്ഷം കിട്ടുള്ളൂ. ഉഗ്രം പുനർജന്മല്ലേ? ഇത് കേൾക്കുന്ന പുരുഷൻ അന്ന് ഭാര്യ അടിക്കുന്നു. തിരിച്ചൊരു സിറ്റുവേഷൻ ഭാഗവതം സ്വപ്നം കണ്ടില്ല. അപ്പോഴേ ഭർത്താവ് ഭാര്യയെ തല്ല് നിർത്തും. കാര്യം നമ്മുടെ ബാങ്ക് കൊണ്ടിട്ട 10% പലിശയാണ്. ഭാഗവതത്തിൽ ഈ പലിശ എത്ര എന്ന് പറഞ്ഞിട്ടില്ല, എങ്കിലും ഞാൻ വായിച്ച ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. അപ്പം ഭർത്താക്കന്മാർ ഭാര്യമാരെ തല്ലിയാൽ അടുത്ത ജന്മത്തിൽ സ്ത്രീയായി ജനിച്ചിട്ട് നല്ല തല്ലുന്ന ഭർത്താവിൻ്റെ ഭാര്യയായി ഈ ജന്മത്തിൽ ഭാര്യ കൊടുത്ത അടിയെല്ലാം പലിശ ചെയ്ത് മായ്ക്കുകയാണ്. ഭരതരാജാവ് മരിച്ചു. ഭരതരാജാവ് റിട്ടയർ ചെയ്തു. അന്ന് ഈ രാജാക്കന്മാർ റിട്ടയർ ചെയ്തല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞല്ല, എൻ്റെ മക്കൾ ഭരിക്കട്ടെ എന്ന് റിട്ടയർ ചെയ്തിട്ട് അദ്ദേഹം വനത്തിൽ ധ്യാനിക്കാൻ പോയി. അപ്പോൾ ഒരു പൂർണ്ണ ഗർഭിണിയായ കലമാനെ ഒരു സിംഹം ഓടിക്കുന്നു. അപ്പോൾ സിംഹം എന്ന് പറയുമ്പോൾ തന്നെ ഗിർവനത്തിലാണ് സംഭവം. കാര്യം ഗുജറാത്തിൽ ഗിർവനത്തിൽ മാത്രമേ സിംഹമുള്ളൂ ഇന്ത്യയിൽ. അപ്പോൾ രാജാവ് പെട്ടെന്ന് ഈ ഗർഭിണിയായ മാനെ രക്ഷിക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് ഈ മാൻ എടുത്ത് നദിയിൽ ചാടി. പൂർണ്ണ ഗർഭിണി ഇത്രയും വേഗത്തിൽ ഓടിയത് കാരണം മാനങ്ങ് ചത്തുപോയി. പ്രസവിച്ച കുഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പോൾ അനാഥയായ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഭരതമുനി ആ കലമാനെ എടുത്ത് രക്ഷിച്ചു. നല്ല കാര്യമാണ്. പക്ഷേ ഈശ്വരനെ എന്ന നാമം വിളിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ കലമാനെയായി ഭരതരാജാവ് വിളിച്ചു. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ ഭരതരാജാവ് ഒരു കലമാൻ കുട്ടിയായി ജനിച്ചു. അപ്പോൾ ഈശ്വരനേക്കാൾ കൂടുതൽ എന്തിനേലും ശ്രദ്ധിച്ചാൽ അതായി അടുത്ത ജന്മത്തിൽ വരും. പോമറേനും പട്ടിയെ മടി വെച്ച് ലാളിച്ചുകൊണ്ടിരുന്നാൽ ആ സ്ത്രീ അടുത്ത ജന്മത്തിൽ പോമറേനും പട്ടിക്കുട്ടിയായി ജനിക്കും. ഇതാണ് പുനർജന്മം എന്ന് പറയുന്നത്. വളരെ ക്ലാസിക്കലാണ്, ഹിന്ദുമതത്തിൻ്റെ ക്ലാസിക്കലാണ്. അപ്പോൾ ഈ ജീവാത്മാവ് പരമാത്മാവ് ലയിക്കുന്ന അവസ്ഥ. അപ്പോൾ ആത്മീയത എന്ന് പറയുന്നത് നമ്മൾ എന്തിൻ്റെ യൂണിവേഴ്സൽ എനർജിയുടെ ഭാഗമാണോ അതിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞാണ് നമ്മൾ ശരീരത്തിരിക്കുന്നത്. നമ്മൾ ആത്മീയതയിലൂടെ നമ്മുടെ ഒറിജിനൽ സോഴ്സായ ഭഗവാനിൽ പോയി ലയിക്കണം. അതാണ് മോക്ഷം എന്ന് പറയുന്ന മോക്ഷം. അപ്പോൾ ഭൂമി നമ്മൾ ജീവിക്കുന്നു. ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഈശ്വരനെ തേടിയാണ് ജീവിക്കുന്നത്. ആ ഈശ്വരനെ തേടി ജീവിക്കുന്ന അവസ്ഥ പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കുക. ആ ഈശ്വരനെ തേടുന്ന സംഭവമാണ്
ഭക്തിയോഗം എന്ന് പറയുന്ന 4ാമത്തെ യോഗം. കർമ്മയോഗം, രാജയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ആ ഭക്തിയിൽ ജീവാത്മാവ് പരമാത്മാവിൻ്റെ ഭാഗമാണ്. പക്ഷേ ആ ജീവാത്മാവ് എപ്പോഴും പരമാത്മാവിനെ തേടിക്കൊണ്ടേയിരിക്കും. അതാണ് ഭക്തി. പരമാത്മാവിലേക്കുള്ള യാത്രയ്ക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഇത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. എന്താ ചെയ്യുക? ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ പോവുകയാണ്. ഞങ്ങൾ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ക്ഷേത്രത്തിൽ പോയാൽ പള്ളിയിൽ നിന്ന് ഇറങ്ങി പൊടിയും തട്ടിഞ്ഞ് പോരും. ഹിന്ദുക്കൾ അങ്ങനെയല്ല. ക്ഷേത്രത്തിൽ പോയി നമസ്കാരമൊക്കെ ചെയ്ത് അന്നദാനത്തിൽ പങ്കെടുത്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഭഗവാനോടും ഭഗവതിയോടും യാത്ര ചോദിക്കണം. ഇത് മറ്റൊരു മതത്തിനും ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ്. എന്നിട്ട് ഹിന്ദുക്കൾ തിരിച്ച് ദേവൻ്റെയും ദൈവയുടെ മുമ്പിൽ വന്ന് ഒരു വിടവാങ്ങൽ പ്രാർത്ഥനയുണ്ട്. എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ച ഒരു പ്രാർത്ഥനയാണത്. ഞാൻ ദിവസവും പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനിയാണ്. ഞാൻ ദിവസവും പള്ളിയിൽ പോയിട്ട് ഇറങ്ങുമ്പം നിങ്ങളാ ചൊല്ലുന്ന മന്ത്രം ചൊല്ലും. പക്ഷേ നിങ്ങളെ ദേവാന്ന് വിളിക്കുന്നതിന് പകരം ഞാൻ യേശുക്രിസ്തു എന്ന് വിളിക്കും. അത്രയുള്ളതിനകത്ത് വ്യത്യാസം ഞാൻ പറയുന്നതിനകത്ത്. അപ്പോൾ ഹിന്ദുക്കൾ ഈ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച ശേഷം ഇറങ്ങി വന്ന ശേഷം ഭഗവാനോട് പറയുകയാണ്, ദേവാ ദേവി ഞാൻ പോവാണ്. ഇനി ഈ ക്ഷേത്രത്തിൽ വരാമെന്നോ ഇവിടെ പ്രാർത്ഥിക്കാൻ വരുമെന്നോ എനിക്ക് യാതൊരു ഉറപ്പുമില്ല. പക്ഷേ ഇനി ഞാൻ ഈ ക്ഷേത്രത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഭഗവതിയെ ഞാൻ 3 കാര്യം ചോദിക്കുകയാണ്. തന്നേ പറ്റൂ. തരവണ വരുന്ന അങ്ങ് ആലോചിക്കാൻ പാടില്ല. അനായാസേന മരണം, വിനാ ദൈന്യതേ ജീവിതം, ദേഹീമേം കൃപയാം വിഷ്ണു ത്വയി ഭക്തി അദഞ്ജലം. ആദ്യം ഹിന്ദുക്കൾ ചോദിക്കുന്നത് എന്താണ്? അനായാസേന മരണം. എൻ്റെ മരണം ആയാസമില്ലാത്തതാകണം. പോകുന്ന വഴി ഒരു വണ്ടി ഇടിച്ച് റോഡിൽ കിടന്ന് പടച്ച് ചാവരുത്. ഇംഗ്ലീഷ് കവി പാടി, സം പീപ്പിൾ ഡൈ ഇൻ പീസ്, അതേഴ്സ് ഇൻ പീസസ്. ചിലർ സമാധാനത്തിൽ മരിക്കും, ചിലർ കഷ്ടമായിട്ട് മരിക്കും. അപ്പോൾ എന്നെ അങ്ങനെ നിന്ന് കൊന്നുകളയരുത്. ക്യാൻസർ വന്ന് കട്ടുകുഴി കിടന്ന് അയ്യോ അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചാവരുത്. ICUവിനകത്ത് പോയി കിടക്കണം. ഞാൻ 2 തവണ കിടന്നിട്ടുണ്ട്. നെഞ്ചുവേദന വന്നപ്പോൾ ഞാൻ പോയി ആശുപത്രി കിടന്നു. എൻ്റെ എവിടെയൊക്കെ എനിക്ക് ദ്വാരമുണ്ട് അവിടെല്ലാം ഓരോ കുഴലങ്ങോട്ട് കയറ്റി ഇങ്ങനെ നിസ്സഹായമായ ഒരു കിടപ്പുണ്ട്. എൻ്റെ അമ്മോ, ഈ ICUവിനകത്ത് കിടക്കുന്ന ഗതികേട്. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു അനായാസന മരണം എനിക്ക് ഉണ്ടാവരുത്. അപ്പോൾ എന്താണ് ഈ അനായാസന മരണം? ഭാഗവതത്തിൽ കൃത്യമായി പറയുന്നു, ഉറക്കത്തിൽ മരിക്കണം, ശാന്തമായി മരിക്കണം. ഞങ്ങളുടെ വേദോത്സവത്തിൽ പറയും, നീതിമാൻ്റെ മരണം ഉറക്കം പോലെ. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന ശേഷം നേരം വെളുക്കുമ്പോൾ ചത്ത് കിടന്നാൽ ഞങ്ങളുടെ വിശ്വാസപ്രകാരം മോക്ഷം ഉറപ്പാണ്. മോക്ഷം, അനായാസന മരണം. മന്നത്തോപ്പനാവുന്ന മഹാനായ മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ജന്മദിനമായിരുന്നു ഇന്നലെ. അദ്ദേഹം പ്രാർത്ഥിക്കും, എൻ്റെ മരണം അനായാസമായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ മരിച്ച് 3 വർഷം അദ്ദേഹം ഏകനായി നിൽക്കുകയാണ്. പക്ഷെ അദ്ദേഹം മരിക്കാറായപ്പം എല്ലാ ശിഷ്യഗണങ്ങളൊക്കെ വിളിച്ചെടുത്തേക്ക് സംസാരിച്ചു. എന്നിട്ട് അദ്ദേഹം ചാരകസേരയിലോട്ട് കയറി കിടന്നു. ഈശ്വര എന്ന് വിളിച്ച് ആത്മാവങ്ങ് പോയി. അതാണ് അനായാസന മരണം. യോഗിവരന്മാർ മരിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് ഉച്ചി പൊട്ടി പുറത്തോട്ടങ്ങ് പോകും. ഞാൻ ജനിച്ച വളർന്ന തുമ്പകുൺ ഗ്രാമത്തിലെ ഒരു സന്യാസി ഉണ്ടായിരുന്നു, തയ്യലസ്വാമി. മരിക്കാറായപ്പം അദ്ദേഹം യോഗാസനത്തിലേക്ക് വന്ന ശേഷം അദ്ദേഹം ഒരു മന്ത്രം ചൊല്ലി കണ്ണടച്ചു. കുറച്ച് കഴിഞ്ഞ് പോയി നോക്കുമ്പം ഉച്ചി പൊട്ടി എല്ലിങ്ങനെ ഇളകി ആത്മാവ് പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അതാണ് പുണ്യാത്മാക്കളുടെ മരണം, സ്വച്ഛന്ത മരണം, അനായാസേന മരണം. അപ്പോൾ നമ്മൾ മരിക്കുമ്പം ചിലരുടെ ജീവൻ വായിക്കൂടെ പുറത്തു പോകും, ചിലരുടെ ജീവൻ മൂക്കിനകത്തൂടെ പുറത്തു പോകും, സന്യാസിമാരുടെ അത് ഉച്ചിക്കൂടെ പുറത്തു പോകും. എന്നാൽ മലമൂത്ര വിസർജനം ചെയ്തിട്ടാണ് ആൾ മരിക്കുന്നതെങ്കിൽ പിശാചാണ്, അവനെ നരകത്തിൽ കൊണ്ട് കളയേണ്ട ആളാണ് ഈ മലമൂത്ര വിസർജനം ചെയ്തിട്ട് ജീവൻ പോകുന്ന ആളുകൾ. അപ്പോൾ ഏത് ദ്വാരത്തിൽ കൂടെയാണോ ജീവൻ പോകുന്നത് ആ മനുഷ്യൻ്റെ ജീവനെ സ്പർശിക്കുന്നതാണ്. ഇത് വായിച്ചപ്പോൾ എൻ്റെ ഒരു അങ്കിൾ ചോദിച്ചു, ഈ മലമൂത്ര വിസർജനം ചെയ്യാതെ മരിക്കാൻ വല്ല മരുന്നുണ്ടോ മോനെ എന്ന് ചോദിച്ചു. കാര്യം പാപിയായ മരിക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്നു അനായാസേന മരണം. രണ്ടാമത് ഹിന്ദു ചോദിക്കുന്നത് എന്താണ്? വിനാ ദൈന്യത ജീവിതം. എനിക്ക് മരണം വരെ ദയനീയാവസ്ഥ ഉണ്ടാവരുത്. പൈസയ്ക്ക് വേണ്ടി യാചിക്കാൻ ഇടവരരുത്. നടക്കാൻ വയ്യ, 2 പേര് പിടിക്കണം നടക്കാൻ. എനിക്കിപ്പോൾ സ്റ്റെപ്പ് കയറാൻ വയ്യ, ഞാൻ കൈവരി പിടിച്ചിട്ടേ കയറാൻ പറ്റുമോ, മുട്ടിന് താഴെ ബലക്കുറവാണ്. അപ്പം വേറെ ചോറ് ഒളിമ്പ് വെച്ച് തിന്നാൻ വയ്യ, കൊച്ചുമക്കൾ വന്ന് ചോറ് വാരി വായിലോട്ട് തരികയാണ്. ഈ ഗതികേട് എനിക്കുണ്ടാവരുത്. ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുകയാണ് വിനാ ദൈന്യതേ ജീവിതം, ദേഹീമേം കൃപയാം വിഷ്ണു ത്വയി ഭക്തി അദഞ്ജലം. ഞാൻ മരിച്ച എൻ്റെ ആത്മാവ് എൻ്റെ ദേഹി എൻ്റെ ശരീരം വിട്ടാൽ അങ്ങയുടെ അടുത്ത് വന്ന് തൊഴുകയോട് നിൽക്കാനിടയാവണം. ത്വയി ഭക്തി അദഞ്ജലം എന്ന് പറഞ്ഞാൽ മോക്ഷം കിട്ടണം. പുനർജന്മമുള്ളവനൊക്കെ ഈ ഭൂമി കിടന്ന് കറങ്ങും, പക്ഷേ മോക്ഷം കിട്ടുന്നവൻ നേരെ ആത്മാവ് ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുകയോട് നിൽക്കും. എനിക്ക് മോക്ഷം തരണമെന്നാണ് ഹിന്ദുക്കളുടെ ഈ 3 പ്രാർത്ഥന. അസാമാന്യമായ ആത്മീയത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. ഒരു മനുഷ്യൻ ആത്യന്തികമായി ഭൂമിയിൽ കിട്ടേണ്ട 3 കാര്യങ്ങൾ. അതാണ് ക്ഷേത്രത്തിൽ പോകുന്നൊരു ഭക്തൻ ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങുമ്പം വിടവാങ്ങൽ പ്രാർത്ഥനയെ ചൊല്ലുന്നത്. ഈ ആത്മീയത നമ്മുടെ തലച്ചോറിൻ്റെ ഈ 3 ഘട്ടങ്ങൾ കഴിഞ്ഞ്
മെഡിൽ ഓബ്ലോഗായിട്ട് ആദ്യം നമ്മുടെ ശരീരം ബാലൻസ് ചെയ്യും, നമ്മൾ ഇരുകാലം നടക്കാൻ പഠിപ്പിക്കും. സെറിബെല്ലം എന്ന ഭാഗത്തിനകത്താണ് രാജയോഗം അല്ലെങ്കിൽ നമ്മുടെ ഈ ഈശ്വരനെ അറിയാനുള്ള സ്പിരിച്വാലിറ്റിയിലേക്കുള്ള ഇത് ഉറപ്പാക്കുന്നത്. പിന്നെ സെറിബ്രത്തിൽ വന്നു കഴിയുമ്പം നമുക്ക് അറിവിനെ, ജ്ഞാനത്തെ അറിയാൻ പറ്റും. പക്ഷെ അത് കഴിഞ്ഞ് ഭക്തിയോഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ലൗകിക ജീവിതത്തിനപ്പുറത്തായി ഈശ്വരങ്കിലേക്ക് യാത്ര ചെയ്യുകയും അതിൽ ലയിക്കുകയും ചെയ്യും. ഇത് ലോകത്തിൽ ഒരു മതത്തിനും ഇല്ലാത്ത അസാമാന്യമായ ഒരു ആത്മീയതയാണ് നമുക്ക് കിട്ടുന്ന സംഭവം. ഇനി മനുഷ്യൻ്റെ സന്തോഷം തന്നെ വളരെ കൃത്യമായി നമ്മുടെ ഭാരതത്തിലെ തത്വജ്ഞാനം ആത്മീയത വ്യാഖ്യാനിച്ചു. ലോകത്തിൽ മറ്റ് ഭാഷകളിലൊക്കെ ഹാപ്പിനെസ്, സന്തോഷം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഭാരതീയ സനാതന ധർമ്മത്തിൽ കൃത്യമായി പറഞ്ഞു, സന്തോഷത്തിന് 5 ഘട്ടങ്ങളുണ്ട്. അതിലാദ്യത്തത് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നതാണ്. ഒരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ആ പ്രശ്നം പരിഹരിച്ചു, അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു സന്തോഷം ഉണ്ടാകുന്നു. എന്നാൽ അടുത്ത ഘട്ടം എത്തുമ്പോൾ അത് ജോയായി മാറും. അതുകൊണ്ടാണ് ഐസ്ക്രീമിന് തന്നെ ജോയ് ഐസ്ക്രീം എന്ന് പേരിട്ടിരിക്കുന്നത്. കുട്ടിക്കൊരു ഐസ്ക്രീമാണ്, കുട്ടിക്കൊരു ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്താൽ അമ്മയോട് ഭയങ്കര സ്നേഹം, കാരണം ഐസ്ക്രീം തിന്നു കഴിയുമ്പം ഒരു ജോയ് ഉണ്ടാവുകയാണ്. 3-ാം ഘട്ടം ഹാപ്പിനെസ് എന്ന് പറയുന്നതാണ്. കുട്ടി ഒരുപാട് കാലം ആഗ്രഹിച്ചിരുന്നത് കാര്യം ചെയ്യണമെന്ന്, പക്ഷേ ഒരു ഹാപ്പിനെസ് ആ കുട്ടി കിട്ടുകയാണ്. 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലഷർ എന്ന് പറയുന്ന സ്റ്റേജാണ്. സന്തോഷത്തിൻ്റേതായ ഒരു വലിയ സ്റ്റേജാണ്. അതിന് മറ്റൊരു രീതിയിൽ പറയും എക്സ്റ്റസി എന്ന് പറയും. എക്സ്റ്റസി, ലൈംഗിക വീഴ്ചയുടെ അവസാന സമയങ്ങളിൽ നമുക്ക് കിട്ടുന്ന അതീന്ദ്രിയമായൊരു പ്ലഷർ ഉണ്ടല്ലോ, അത് എക്സ്റ്റസിയാണ്. ഞാൻ പ്രസിഡന്റ് മെഡൽ കിട്ടി APJ അബ്ദുൽ കലാമിൻ്റെ കയ്യിൽ നിന്ന് മെഡൽ വാങ്ങിക്കുമ്പം ഏതാനും സെക്കൻഡ് സമയത്തേക്ക് ഞാൻ വല്ലാത്തൊരു എക്സ്റ്റസിയിലായിപ്പോയി. കാര്യം ഞാൻ ആരാധിക്കുന്ന ഒരു APJ അബ്ദുൽ കലാമിൻ്റെ മഹാൻ്റെ കയ്യിൽ നിന്ന് ഒരു പ്രസിഡന്റ് മെഡൽ വാങ്ങിക്കുന്ന നമ്മൾ അപൂർവമായി കാത്തിരിക്കുന്ന സംഭവമാണ്. അല്ലെങ്കിൽ ഒരു ദേശീയ ലെവലിൽ അവാർഡ് കിട്ടി ഒരാളത് പോയി വാങ്ങിക്കുമ്പോൾ ആ മനുഷ്യന് ഏതാനും സെക്കൻഡ് സമയത്തേക്ക് കിട്ടുന്നൊരു എക്സ്റ്റസി ഉണ്ട്. ലോകത്തിലെ മറ്റ് സൈക്കോളജിയും ഭാഷകളൊക്കെ പോയി നിന്നത് ഈ 3-ാമത്തെയോ 4-ാമത്തെ ഘട്ടത്തിലാണ്. പക്ഷേ ഭാരതത്തിൻ്റെ അതീന്ദ്രിയമായ അറിവ് പോയി നിന്ന് 5-ാമതൊരു ഘട്ടത്തിലേക്കാണ്. അതിന് ഇംഗ്ലീഷ് നമ്മൾ വിളിക്കുന്നത് ബ്ലിസ് എന്നാണ്. ബ്ലിസ്, ലൗകികമല്ലാത്ത ഒരു ശാരീരികവുമല്ലാത്ത ഒരു സന്തോഷത്തിലേക്ക് ഒരു മനുഷ്യൻ എത്തുകയാണ്. അതെപ്പോഴാണ്? അവൻ പോയി ഈശ്വര മുമ്പാകെ ലയിച്ച് ഈശ്വരങ്കിലേക്ക് ലയിക്കുകയാണ്. ആ ഈശ്വരങ്കിലേക്ക് ലയിക്കുമ്പോൾ അവന് ബ്ലിസ്സിലേക്ക് എത്തിച്ചേരുകയാണ്. ബ്ലിസ്. അപ്പോൾ ചിന്മയാനന്ദ സ്വാമിയുടെ വളരെ അടുത്ത ഒരു ഫോളോവറായിരുന്നു ഞാൻ. എന്നെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട് ചിന്മയാനന്ദ സ്വാമി. അപ്പോൾ ചിന്മയാനന്ദ സ്വാമിയോട് ഞാൻ ചോദിച്ചു, സ്വാമിജി ഈ ബ്ലിസ് എന്ന് പറഞ്ഞ സ്റ്റേജ് എന്തോ എന്നൊന്ന് പറഞ്ഞുതരാമെന്ന് ചോദിച്ചു. ചിന്മയാനന്ദ സ്വാമി പറഞ്ഞു, അലക്സേ, അതൊരിക്കലും പറഞ്ഞുതരാൻ പറ്റുന്ന സംഭവമല്ല, അത് അനുഭവിച്ചേ പറ്റുള്ളൂ. താനിപ്പോൾ വലിയ IG ഒക്കെ അല്ലേ, താൻ ഈ IG ആയ ലെവലിൽ വെച്ച് ഈ ഭൂമിയിൽ അനുഭവിച്ച മുഴുവൻ സന്തോഷമുണ്ടല്ലോ, അത് മുഴുവൻ കൂട്ടിയാൽ ബ്ലിസ്സിൻ്റെ 1,00,001 മാത്രമേ ആവുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു, സ്വാമിജി ഇതൊന്ന് മനസ്സിലാക്കാൻ വല്ല മാർഗമുണ്ടോ? സ്വാമിജി പറഞ്ഞു, താൻ ആ തൊപ്പിയും കുപ്പായമൊക്കെ ഊരി IPS രാജിവെച്ച് എൻ്റെ ആശ്രമത്തിൽ ഒന്ന് 1 മാസം താമസിക്കാമെങ്കിൽ ഞാൻ പഠിപ്പിച്ചുതരാമെന്ന് പറഞ്ഞു. എനിക്കത് പറ്റത്തില്ല, യൂണിഫോം കളഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഈ ബ്ലിസ് എന്നൊരു സങ്കല്പം ലോകത്തിൽ മറ്റൊരു മതത്തിനും ഇല്ല, സനാതനധർമ്മത്തിന് മാത്രമേ ഉള്ളൂ. ബ്ലിസ് എന്ന് പറയുന്ന ആത്മീയതയിൽ ഊന്നി അങ്ങേ അറ്റത്ത് ചെല്ലുമ്പോൾ അനുഭവിക്കുന്ന ഒരു വലിയ സന്തോഷം. ശങ്കരാചാര്യർ സർവജ്ഞപീഠം കയറി, അതൊരു 64 പണ്ഡിതന്മാരെ തോൽപ്പിച്ച് അതിന് മുമ്പോ പിൻപോ ഒരു മനുഷ്യനും സർവജ്ഞപീഠം കയറിയിട്ടില്ല. ശങ്കരാചാര്യർ എന്നിട്ട് മറ്റേതൊരു സീനിയർ മരിക്കുമ്പോൾ മാത്രമേ 34-ാമത്തെ 33-ാമത്തെ കസേരയിൽ കയറത്തുള്ളൂ. 1-ാമത്തെ മരിച്ചാലേ 2-ാമത്തെ 1-ാം സ്ഥാനത്ത് കയറാൻ പറ്റുള്ളൂ. പക്ഷേ ശങ്കരാചാര്യർ പോയി 64 പണ്ഡിതന്മാരെ പരാജയപ്പെടുത്തി 1-ാം സ്ഥാനത്തെത്തി സർവജ്ഞപീഠം കയറി. എന്നിട്ട് അദ്ദേഹം ശാരദാ പീഠത്തിൽ ഇരുന്നിട്ട് അദ്ദേഹം ഭഗവതിയെ സ്തുതിച്ചുകൊണ്ടങ്ങോട്ട് പാടുകയാണ്. ത്രിപുര സുന്ദരി ദർശന ലഹരി എന്ന് പറഞ്ഞങ്ങോട്ട് പാടുകയാണ്. ആ പാട്ടിൻ്റെ അവസാനം എത്തുമ്പോഴേക്കും വിശ്വേശ്വരനിൻ കനക കളയപര ദർശനമേ പരമാനന്ദം ആനന്ദം പരമാനന്ദം ആനന്ദം സച്ചിദാനന്ദം എന്നിട്ട് ശങ്കരാചാര്യർ ഭഗവാനില്ലെങ്കിൽ ലയിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം പോയി, പുഷ്പങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചു. ശിഷ്യന്മാരെ നോക്കുമ്പോൾ പൂക്കൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഭഗവതിയിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ലയിച്ച് ചേരുന്ന അവസ്ഥയുണ്ട്. അതാണ് ബ്ലിസ് എന്ന് പറയുന്നത്. സാധാരണ മനുഷ്യന് പറ്റിയല്ല. എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഈ ബ്ലിസ്സിൻ്റെ ഉടം വരെ ചെന്നില്ലെങ്കിലും ആദ്യത്തെ 4 സ്റ്റേജ് സാറ്റിസ്ഫാക്ഷൻ, ജോയ്, ഹാപ്പിനെസ് ആൻഡ് എക്സ്റ്റസി, അവിടം വരെ എങ്കിലും ചെല്ലാൻ നമുക്ക് പറ്റിയിരിക്കണം. അത് ചെല്ലണമെങ്കിൽ ശാരീരികമായ ഒന്നും കൊണ്ടത് പറ്റില്ല.
ശരീരത്തിൽ നിന്ന് കിട്ടുന്നത് ഒരു ചെറിയ തരത്തിലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനപ്പുറത്തായി, സാറ്റിസ്ഫാക്ഷൻ അപ്പുറത്തായി. നമ്മളിപ്പോൾ ഒരു ഐസ്ക്രീം കഴിച്ചു, സന്തോഷം. നമ്മൾ ടൂറിസം കാണാൻ പോയി, ചെന്ന് നമ്മൾ ത്രിവേണി സംഗമത്തിൽ, ഞാൻ ത്രിവേണി സംഗമത്തിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ കൈ ത്രിവേണി സംഗമത്തിലോട്ട് മുക്കി. എൻ്റെ ശരീരം മുഴുവൻ രോമാഞ്ചം അണിഞ്ഞു. കാരണം എന്താണ്? വേദവ്യാസൻ കുളിച്ചൊരു ത്രിവേണി സംഗമം, ആയിരക്കണക്കിന് സന്യാസിവര്യന്മാർ ഗംഗാനദിയിൽ ഇറങ്ങി കുളിച്ച് പുണ്യം നേടി ത്രിവേണി ഭൂമി, ഓരോ മഹാസംഗമത്തിനും 4 കോടി 5 കോടി എത്തിച്ചേരുന്ന ഒരു സംഭവം. ഇവിടെ ഞാനിതാ എൻ്റെ ശരീരം തൊടുന്നു എന്ന് തോന്നിയപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. ഞാൻ ഇൻഡോറിലെ പോലീസ് അക്കാഡമി ലെക്ചറിന് പോയി. ലെക്ചർ കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഈ DGP ചോദിച്ചു, അലക്സിനെ മധ്യപ്രദേശിൽ കാണാൻ എവിടെയെങ്കിലും ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ഒരു സ്ഥലം കാണാൻ ആഗ്രഹമുണ്ട്, ഉജ്ജയിനി. അതിന് അവിടെ പോകുന്നത് അതാ ഉജ്ജയിനിയിലെ കാളി ക്ഷേത്രത്തിൽ നിന്ന് പോകണം. അയാൾ എൻ്റെ മുഖത്തോട്ട് നോക്കി, അലക്സാണ്ടർ ക്രിസ്ത്യാനിയല്ലേ? ഞാൻ പറഞ്ഞു, അതെ. പിന്നെ എന്തിനാ ഈ കാളി ക്ഷേത്രത്തിൽ പോകുന്നത്? ഞാൻ പറഞ്ഞു, അല്ല DGP, കാളിദാസന് അറിവ് കൊടുത്ത കാളി ഭഗവതിയുടെ ആ കാളി ക്ഷേത്രം എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു.